ഹലോ. ആ എന്തായി, കിട്ടിയാ? 2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്, മതിയാവുമല്ലോ? ഓ 2 കിലോ മതിയാവും. എന്നാ ശരി. രണ്ട് കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്യാം, ബീഫ് റോസ്റ്റ്. ഇന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ ബീഫാണ്. അതിനെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിനി ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 4 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ 100 ഗ്രാം ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞെടുക്കാം. അടുത്തതായി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ മിക്സിയുടെ ജാറിൽ നമുക്ക് പേസ്റ്റ് പരുവ അടിച്ചെടുക്കണം. ഇനി 2 തക്കാളിയും കൂടെ അരിഞ്ഞ് മാറ്റി വയ്ക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് പാചകം തുടങ്ങാം. അപ്പോൾ പാത്രം വയ്ക്കാം. പാത്രം ചൂടായി എടുത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടുമ്പോൾ സവാള ഇട്ട് നന്നായി വഴറ്റാം. കുറച്ച് കറിവേപ്പില ഇവിടെ ഇട്ട് വഴറ്റി കൊടുക്കാം. അടുത്തതായി തക്കാളിയും കൂടെ ഇട്ട് വഴറ്റാം.
ഞാൻ നേരത്തെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിരുന്നു. അതും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തതായി 4 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 2 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ സ്പൂൺ കുരുമുളക് പൊടി, 2 ചെറിയ സ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്കിനി അരിഞ്ഞു വെച്ച ബീഫും കൂടെ ഇട്ട് നല്ലവണ്ണം ഇളക്കാം. ബീഫ് നല്ല വേവാണല്ലോ, അതുകൊണ്ട് കുറച്ച് നേരം അടുപ്പിൽ കൂടെ വച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അടുക്കി പിടിക്കാതെ ഒന്ന് നല്ലവണ്ണം അപ്പോഴപ്പോഴ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് ചപ്പാത്തി കൂടെ ഉണ്ടാക്കാം. നമ്മൾ ബീഫൊക്കെ വാങ്ങിച്ചിട്ട് ഒരുപാട് നാളായി. 4-5 മാസം മുമ്പ് നമ്മൾ വാങ്ങിച്ചല്ലോ. ക്രിസ്മസിനാണെന്ന് തോന്നുന്നു നമ്മൾ ലാസ്റ്റിൽ ബീഫ് വാങ്ങിച്ചത്. ക്രിസ്മസിന് തന്നെ. എനിക്ക് ബീഫൊന്നും അങ്ങനെ അധികം കഴിക്കാൻ ഒക്കില്ല. കഴിക്കുമ്പോൾ ദേഹമല്ല ഒരുമാതിരി ചൊറിഞ്ഞ് ഒരു അലർജി പോലെ ഉണ്ടാകും. മിക്ക ആൾക്കാർക്കും ഉണ്ട്, ചിലരൊക്കെ ഇതെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ മുമ്പൊന്നും കുഴപ്പമില്ലായിരുന്നു. ചിക്കനാണെങ്കിൽ കുഴപ്പമില്ല കഴിക്കാൻ. നമ്മൾ സാധാരണ അടുപ്പിലൊക്കെ തീ കത്തിച്ച് വേവിക്കുന്ന ഒരു പ്രത്യേക ഇതാണ്. അത് ആർക്കും ഇപ്പോഴതിനുള്ള സമയങ്ങളില്ലല്ലോ, എല്ലാം പിന്നെ തിരക്ക് പിടിച്ച ഒരു കാലങ്ങളല്ലേ. അതുകൊണ്ട് ഗ്യാസിൽ തന്നെ എല്ലാവരും വേവിക്കുന്നത്. എങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ അടുപ്പിൽ വെച്ച് മീൻകറിയും എല്ലാം വയ്ക്കും. അത് എനിക്ക് തോന്നണതാണ്, എനിക്ക് അതൊരു ടേസ്റ്റാണ്. അല്ലെ എല്ലാവർക്കും അങ്ങനെയല്ല. പിന്നെ ജോലിക്കൊക്കെ പോണവർക്കും ഇപ്പോൾ അടുപ്പൊന്നും കത്തിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഗ്യാസുണ്ട്. ഗ്യാസിൽ വെച്ച് പാകം ചെയ്ത് പെട്ടെന്ന് എടുക്കും. പിന്നെ അടുപ്പൊക്കെ കത്തിച്ച് എടുക്കാനും പാടാണ്, കത്തിപ്പിടിപ്പിക്കാനൊക്കെ തീയൊക്കെ. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും രുചികരമായ ബീഫ് റോസ്റ്റും ഇവിടെ തയ്യാറായിരിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അടുത്തതായി ഒരു പുതിയ വിഭവവുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.